നമ്മളെ വീടിനോട് ചേർന്നുള്ള അടുക്കളത്തോട്ടത്തിൽ ഇതുപോലെ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏത് സമയത്താണ് നമുക്കതിൻ്റെ ഹെൽപ്പ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ കൊറോണ കാലത്താണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല, കടയിലേക്കൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അന്ന് നട്ടിട്ടുണ്ടായിരുന്ന പച്ചക്കറികളൊക്കെ എന്താ പറയുക, പയറായിട്ടും തക്കാളിയായിട്ടും മുളകായിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇതുപോലെ കൊച്ചു കൊച്ചു പച്ചക്കറികൾ, ഒരുപാട് സ്പേസൊന്നും നമുക്കില്ലെങ്കിലും കുറച്ച് കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് നട്ടിട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വിഷമയമുള്ള ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നതൊന്നും അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സ്ഥലത്ത് മത്തനും കുമ്പളവും പടവലവും പയറും എല്ലാം കുറച്ച് കുറച്ചായിട്ട്, ഒരുപാട് മരടുകൾ നട്ട് പിടിപ്പിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. വളരെ കുറച്ചായിട്ടാണെങ്കിലും ഒന്ന് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര സന്തോഷം കേട്ടോ. ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറിച്ച് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, അധികം വിഷമുള്ള മരുന്നുകളോ അങ്ങനെ വളങ്ങളോ ഒന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ വെറുതെ വലുത്ത് നട്ടിടുന്ന്. പിന്നെ അതിന് ഇലപ്പുള്ളി രോഗം അങ്ങനത്തെ ചെറിയൊരു രോഗങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഇങ്ങനെ മഞ്ഞിന് അതിൻ്റെ ഇലയൊക്കെ നനഞ്ഞ് നിൽക്കുന്ന സമയത്ത് കുറച്ച് ചാരമൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും തന്നെ ഇനി ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ, എന്നാലും കാണുമ്പോൾ ഒരു വല്ലാത്ത മനസ്സിനൊരു സന്തോഷം തോന്നുന്നൊരു കാഴ്ച തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളെ വീടുകളിൽ ഒരു ചെറിയൊരു പച്ചക്കറിത്തോട്ടം നട്ടുപിടിപ്പിക്കുക. വിഷമയമില്ലാത്ത പച്ചക്കറികളൊക്കെ എല്ലാവരും സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് ഒട്ടും സൗകര്യം ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ ഗ്രോ ബാഗൊക്കെ ധാരാളം, അതിൽ ഇടാനായിട്ടുള്ള മണ്ണ് വരെ അവൈലബിൾ ആയിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നതല്ലേ. അപ്പോൾ അതുപോലെയൊക്കെ നടാൻ സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ ഗ്രോ ബാഗിലാണെങ്കിൽ കൂടി നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക്